ശ്രീ സ്റ്റാൻലി അഗസ്റ്റിൻ, ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതായത് മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ അവരുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. 150 ഏക്കർ ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കും എന്ന്. മുട്ടിമരമുറി കേസിനെ കുറിച്ച് താങ്കൾക്ക് നന്നായിട്ട് അറിയാം. അതായത് അനധികൃതമായി വനം കയ്യേറുക, മരങ്ങൾ മുറിക്കുക, പണം സമ്പാദിക്കുക, എന്നിട്ട് ദുരന്തങ്ങൾ, ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കുക. ദുരന്തം വന്നു കഴിഞ്ഞാൽ ഞങ്ങളിതാ ടൗൺഷിപ്പ്, അവിടെ ദേവാലയങ്ങൾ, സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള ഇത്തരം കപടമായിട്ട് ഇങ്ങനെ ഇടപെടുന്ന കുറേ പേരും ഇല്ലേ? അല്ലേ? അവരെയും തിരിച്ചറിയേണ്ട ഒരു സമയം കൂടിയല്ലേ ഇത്? മാത്രമല്ല, ഇന്ന് കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ, അതിൻ്റെ മുതലാളിമാർ ഏറ്റവും വലിയ വനം കൊള്ളക്കാരാണ്. അവരാണ് ഇവിടെ അവരുടെ പ്രവർത്തകരെ അയച്ച് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് അവരാണ് വിലപിക്കുന്നത്. അതും ഈ പൊതുസമൂഹം അറിയേണ്ടതല്ലേ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ദുരന്തം മാൻമെയ്ഡ് ആണ് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് മുതലെടുപ്പ് നടത്തിയിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് വിശുദ്ധ പക്ഷികളാവുന്നുണ്ട്. കാരണം നമുക്ക് ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കറിയാം, ഇവിടെ 1000 ഏക്കർ നമ്മുടെ ഒരു സ്വർണ്ണക്കട നടത്തുന്ന ആൾ വാങ്ങിച്ചിട്ടുണ്ട്. ശരിക്കും അത് പ്ലാന്റേഷൻ എന്ന രൂപത്തിൽ ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ചിരിക്കുന്നത്, പ്ലാന്റേഷൻ ഇങ്ങനെയുള്ള എക്കോ സെൻസിറ്റീവ് സ്ഥലങ്ങൾ വിൽക്കാൻ പാടില്ല, മുറിച്ച് വിൽക്കാൻ പാടില്ല, തുണ്ടുവൽക്കരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. അവിടെ എങ്ങനെയാണ് 1000 ഏക്കർ ഭൂമി കൊടുക്കേണ്ടി വന്നത്? ഈ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ 200 ഏക്കർ വാങ്ങിയിരുന്നോ നമ്മുടെ സർക്കാരിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ? ഇങ്ങനെ ചെറിയ 1000 ഏക്കർ വാങ്ങിച്ചു അതിൽ നിന്ന് 200 കൊടുക്കും. ഇങ്ങനെയുള്ള ഔദാര്യങ്ങൾ പറ്റേണ്ടതല്ലല്ലോ സർക്കാർ. അതേപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുത്തെ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുനരധിവാസം എന്ന് പറയുന്നത്, ഒരു ഡാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ ഒഴിപ്പിച്ചിട്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതല്ല. ഒരു ഹൈവേ നിർമ്മാണത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ വനത്തിനുള്ളിൽ നിന്ന് ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നത് പോലെ അല്ല ഈ പുനരധിവാസം എന്ന് പറയുന്നത്. ഒരിക്കലും അവർക്ക് ഇനി പഴയ അവസ്ഥയിൽ, അതായത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ മുതൽ ഇനി ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ ബന്ധുക്കൾ, ഇപ്പം നിലവിൽ അവരനുഭവിച്ച അവസ്ഥ എന്ന് പറയുന്നത്, ഉറ്റവരെ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു, അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെട്ടു, അവരുടെ സ്വന്തവും ബന്ധവും എന്ന് പറയാനുള്ളത് എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. ആ വേദന എന്ന് പറയുന്നത് ഇവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കിയത് കൊണ്ടോ വലിയ മണിസൗധം ഉണ്ടാക്കി കൊടുത്തതുകൊണ്ടൊന്നും അത് ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ, ഇനി ഇതിങ്ങനെ അടുത്തൊരു ദുരന്തം ഉണ്ടാവും. നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും പല ദുരന്തങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും കുറച്ച്, ഇതിപ്പോൾ പുത്തുമല ദുരന്തത്തിൽ പെട്ട ആളുകളുടെ അവസ്ഥ നമുക്കറിയാം. ഓഖി ദുരന്തത്തിൽ വന്നത്, സുനാമി വന്നതിലുള്ള സമയത്തൊക്കെ ഉള്ള ആളുകൾ ഇന്നും വളരെ ദയനീയമായിട്ട് പല സ്ഥലത്തു നിന്നും അവരുടെ അവസ്ഥകൾ പറയുമ്പോൾ ആ അവസ്ഥകളെല്ലാം ഇന്ന് നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ പുത്തുമല, ഇതിൻ്റെ തൊട്ടടുത്തുള്ള പുത്തുമലയിലെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി ഇപ്പോൾ അന്നത്തെ പോലെ ചെറിയൊരു സംഖ്യയല്ല ഇത്. 1000-ന് അധികം ആളുകൾ നേരിട്ട് അവർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്, നിരവധി വീടുകൾ പോയിട്ടുണ്ട്. ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ഒരു തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്ന, കന്നുകാലിയെ വാങ്ങിച്ച് ഒരു തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്ന പോലെ നമുക്ക് കെട്ടാൻ പറ്റില്ല. അവരുടെ വേദനയുണ്ട്. അവരെങ്ങനെ ഈ ഓർമ്മകളിൽ നിന്ന് മുക്തരാകും? കൂടിയാണ് കഴിഞ്ഞ ദിവസം ഈ പ്രസ്താവന ഇറക്കിയ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ കൂടി പറയുന്നത്. ഇപ്പം പെട്ടെന്ന് അങ്ങ് ടൗൺഷിപ്പ് നിർമ്മിച്ച് കളയുന്നുള്ളതാണ്. അങ്ങനെ ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് അതിനകത്ത് കൊണ്ട് അടച്ചിടേണ്ട. അത് മാത്രമല്ല, ഈ പുനരധിവാസം വയനാടിന്റെ മണ്ണിൽ സാധ്യമാണോ? വയനാടിന്റെ ഇക്കോ സെൻസിറ്റീവ് വയനാട്ടിൽ വെറുതെ പുറംപൂച്ച് പറയുന്നതാണ്. ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യാനും കഴിയില്ല. അത് ഇതിനകത്ത് മാനസികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന പഠനങ്ങൾ നടത്തിയുള്ള ഡോക്ടർമാരുണ്ട്. അല്ലാതെ ഇതിൻ്റെയൊക്കെ അവസ്ഥ ഏത് അമ്മയ്ക്കാണ് അറിയില്ലാത്ത? ഇത്രയും ദുരന്തമുഖത്തുള്ള ഒരു കുട്ടീനെ പിടിച്ചുകൊണ്ട് എങ്ങനെ അച്ഛനെ നഷ്ടപ്പെട്ട, അമ്മയെ നഷ്ടപ്പെട്ട, സ്കൂൾ നഷ്ടപ്പെട്ട ഒരു വലിയ ആളുകളുടെയോ രാഷ്ട്രീയമോ മതമോ കുത്തി നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സല്ല കൊച്ചു കുട്ടികളുടെ. അവരെങ്ങനെ ഇതിനത് ഓവർകം ചെയ്യും? സ്കൂൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? നമ്മൾ തമിഴിലൊരു പാട്ടുണ്ട്, കൂവ ചൊല്ലത് കുയിലിനെ പിടിച്ച് കൂട്ടിലടയ്ക്കാന്ന് പറയുന്നത്. അത് നടക്കുന്ന കാര്യമാണോ? ഒരു വളരെ ഒരു അർത്ഥശൂന്യമായ കുറേ പ്രസ്താവനകൾ ഇറക്കിയതുകൊണ്ടൊന്നും കാര്യം നടക്കുന്നില്ല. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിനെ ശാസ്ത്രീയമായിട്ട് സമഗ്രമായിട്ട് നേരിടാൻ വേണ്ടി അതിന് ചെയ്തേ പറ്റൂ. അല്ല എങ്കിൽ എങ്ങനെ ജീവിക്കും? ഇതെല്ലാം കഴിഞ്ഞു, ബഹളങ്ങളൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പോകും. ഇവരെങ്ങനെ ജീവിക്കും? അവരെങ്ങനെ ആ ദുരന്തം മൂത്ത് പോയി ആ നാട്ടിലേക്ക് എങ്ങനെ പോകും? അവർക്ക് പോകാൻ കഴിയില്ല. അത് ഈ ഓർമ്മകളിൽ എങ്ങനെ അവർ ജീവിക്കും? അവർക്ക് ഒരു ജീവിതം വേണ്ടേ? അവരെങ്ങനെ വരുമാനം കണ്ടെത്തും? അവരുടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? ഒരു ജീവിതം കണ്ടെത്തുന്നതിന് വേണ്ടി എത്രയോ കാലങ്ങൾ, പതിറ്റാണ്ടുകൾ പണിയെടുത്തിട്ടാണ് അവരൊരു ചെറിയ വീടുണ്ടാക്കിയത്, അവരൊരു കൃഷിഭൂമി ഉണ്ടാക്കിയത്, അവരുടെ മക്കളെ പഠിപ്പിച്ചത്, കല്യാണം കഴിപ്പിച്ചു വിട്ടത്. ഇതെല്ലാം കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് അവരെ ഒരു ടൗൺഷിപ്പിനകത്ത് കൊണ്ടുപോയി ഈ ഓർമ്മകളിൽ എങ്ങനെ അവർ ജീവിക്കും? പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവരെല്ലാം വിളിച്ചു വരുത്തി അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എങ്ങനെ ഇനി ജീവിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നതിനെ കുറിച്ച്
ഇതിനെക്കുറിച്ച് സമഗ്രമായി അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ദുരന്തങ്ങളില്ലാത്ത നിരവധി വീടുകളുണ്ട്, വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ദുരന്തം വരുമ്പോൾ വിൽക്കാൻ വേണ്ടി ആരും വീട് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ വീടുകളുണ്ട്, അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ ചെറിയ വീടുകൾ ഉണ്ടാക്കി അത് മനോഹരമായിട്ട് വലിയ എന്താ പറയുക, അവർക്ക് സ്വസ്ഥമായിട്ട് ഇനിയെങ്കിലും ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ചെയ്യാൻ പറ്റും. സർക്കാർ എപ്പോഴും പറയുന്നത്, കഴിഞ്ഞ 2 പ്രളയങ്ങൾ കഴിഞ്ഞപ്പോഴും പറയുന്നത്, ഇത്തരം പിന്നെ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ പറ്റിയ രീതിയിലുള്ള നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നുണ്ട്. എവിടെയെങ്കിലും അങ്ങനെയുള്ള നിർമ്മാണം നടത്തിയായിട്ട് എനിക്കറിയില്ല. നമ്മുടെ ഈ വെള്ളാർമല സ്കൂൾ പോലും ആ പുഴയുടെ തീരത്താണ്, വളരെ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ആ സ്കൂൾ ഉണ്ടാക്കുന്ന സമയത്ത് ആരോ ഒരാൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കൃത്യമായി പറഞ്ഞു, അത് പൈലിംഗ് നടത്തിയിട്ട് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അത് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ കൃത്യമായി പൈലിംഗ് നടത്തി ഉണ്ടാക്കിയത് കൊണ്ടാണ് അത്രയും വലിയ ദുരന്തം വന്നിട്ടും അതിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതേപോലെ ഇനി നമ്മൾ വീടുണ്ടാക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിരവധി റിസോർട്ടുകൾ, കോറികൾ, വലിയ മണ്ണെടുക്കലുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം എന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. നമുക്ക് എല്ലാ സംഗതികളും വേണം, വീടുകൾ വേണം, കൃഷിസ്ഥലങ്ങൾ വേണം, സ്കൂളുകൾ വേണം, ആരാധനാലയങ്ങൾ എല്ലാം വേണം. പക്ഷേ അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം. ഇങ്ങനെ മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഈ നാടിനോട് യാതൊരു പ്രതിബദ്ധതയില്ലാത്ത കുറേ അധികം ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അവരാണ് ഇതിനകത്ത് മുഖ്യ പ്രതികൾ. ഇതിനകത്ത് സാധാരണക്കാർ ആടിനെ വിറ്റതോ അല്ലെ കുടുക്ക പൊട്ടിച്ചതോ ഒന്നും അല്ല കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന് ഒന്നാം പ്രതികളായി നിൽക്കുന്ന ആളുകൾ അനധികൃതമായിട്ട് സമ്പാദിച്ചത് മുഴുവനും തിരിച്ചു പിടിക്കണം. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇനി അടുത്ത തലമുറയും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് നിസാര കാര്യമല്ല. ഇനി പെട്ടെന്ന് മേഘസ്ഫോടനം പോലെ ഉത്തരാഖണ്ഡിലൊക്കെ ഉണ്ടാകുന്നത് പോലെ ഇനി സഹ്യാദ്രിയിൽ ഉണ്ടാവും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും ഒരു ടൗൺഷിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും 10 ലക്ഷം രൂപ കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒരു തട്ടിക്കൂട്ട് വീടുണ്ടാക്കിയത് കൊണ്ടൊന്നും അത് അതിജീവിക്കാൻ പറ്റില്ല. അതിന് നമ്മളെ പൊതുസമൂഹത്തെ സജ്ജമാക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി ഷിരൂർ തുടങ്ങിയ ദുരന്തം മുതൽ ഇങ്ങോട്ട് മാധ്യമങ്ങളിൽ മുഴുവനും ഈ ദുരന്തങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് രാവും പകലും മുഴുവനും മൊബൈലിരുന്ന് കാണുന്ന കുട്ടികളുടെ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് ചിന്തിച്ചിട്ടുണ്ടോ? പറയും. ദുരന്തങ്ങൾ ആഘോഷിക്കപ്പെടുകയാണ് ഇപ്പോൾ. അങ്ങനെ ആഘോഷിക്കപ്പെടേണ്ടതല്ല ഈ ദുരന്തങ്ങൾ. അവിടെ ദുരന്തങ്ങൾ നടന്നു, അവിടെ രക്ഷാപ്രവർത്തനം നടത്തണം, അവിടെ അർഹമായ ആളുകൾക്ക് സേവനങ്ങൾ നൽകണം, കൃത്യമായ പുനരധിവാസം നടക്കണം. അല്ലാതെ ഇത് ആഘോഷിക്കുകയല്ല വേണ്ടേ. സെലിബ്രിറ്റികൾ വന്ന് അവരിവിടെ ആഘോഷിക്കുകയല്ല വേണ്ടേ. ഈ സെലിബ്രിറ്റികൾ വരുമ്പം ഇവരെന്താ ചെയ്യുന്നതെന്ന് എല്ലാവരും നോക്കിയിരിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ അവിടെ നടന്ന ദുരന്തങ്ങൾ, ഞാൻ ഈ ദുരന്തമുഖത്ത് രാവിലെ പോയി കണ്ട ഒരാളെ, എനിക്കത് പറയാൻ പറ്റില്ല. നമ്മൾ ടി വിയിലോ മാധ്യമങ്ങളിലോ കാണുന്നതിനേക്കാളും ഒക്കെ വലുതാണ്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഇത്രയും ദൈന്യമായ ഒരു അവസ്ഥയിൽ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്തത് അങ്ങേയറ്റം എന്താ പറയുക, അപരിഷ്കൃതമാണെന്ന് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. അത് ഇനിയും ആവർത്തിക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് അത് മാർക്കറ്റ് അല്ല വേണ്ടത്, അതിന് ക്രിയാത്മകമായ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ കൃത്യമായി ഇടപെടാൻ സഹജീവി സ്നേഹമുള്ളവരാണ് മലയാളികൾ. അവരത് കൃത്യമായി ചെയ്യും. അതിനൊന്നും ഒരാൾ അവിടെ മൈക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾ അവരുടെ ഈ സങ്കടങ്ങൾ നാട്ടിൽ പറയണ്ട. നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കാണുന്ന കൊച്ചു കുട്ടികളുടെ മനസ്സ് മരവിക്കുകയാണ്. ഇവരെങ്ങനെ സ്കൂളിൽ പോകും, എങ്ങനെ പഠിക്കും? ഞാനിത് നേരിട്ട് കണ്ടതാണ്. അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ മുറിവ് അവരിൽ നേരത്തെ ഈ മേഡം പറഞ്ഞതുപോലെ ഈ അവസ്ഥ നേരിട്ട് കണ്ട, രാത്രി ഞെട്ടി ഉണർന്നത് ഇല്ല രാവിലെ നേരം വിളിക്കുമ്പോൾ കണ്ട ഈ അവസ്ഥ കണ്ട കുട്ടികൾ ഇനി എങ്ങനെ ഇവിടെ അതിജീവിക്കും? എങ്ങനെ അവർ ജീവിക്കും? അവരെങ്ങനെ പഠിച്ചൊരു നിലയിൽ എത്താൻ പറ്റും? ഇത് എത്ര കാലം കഴിഞ്ഞാൽ അവർക്ക് അതിജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഇതിനെല്ലാം ദൂരീകരിച്ചേ പറ്റൂ. അതിന് കൃത്യമായ നടപടികൾ ഇവിടെ എടുക്കണം. അതിന് കൃത്യമായ ആളുകളോട്, അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി, മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി അത് നടപ്പിൽ വരുത്തുക എന്നാണ് എനിക്ക് പൊതുസമൂഹത്തോടും ഈ രാജ്യത്തോട് പറയാനുള്ളത്. എനിക്ക് വേറെ ആരോടും പറയാനില്ല. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വളരെ പ്രായോഗികമായിട്ടുള്ള ഇടപെടലുകൾ. അല്ലാതെ ഒരു ദുരന്തം വരുമ്പോൾ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, പിന്നെ അതെല്ലാം മറക്കുന്നു, വിസ്മരിക്കുന്നു, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്.